വൃത്തികെട്ട കാട് എന്നൊരു വാക്ക് നിന്റെ വായിൽ നിന്ന് വീണപ്പോൾ അത് നെവിൻ പൊക്കിപ്പിടിച്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിന്നൊക്കെ സംസാരിച്ചപ്പോൾ അത് നിനക്ക് പണിയാകും എന്ന് മനസ്സിലായി നിന്റെ കൂടെ നിന്നൊരാളാ ഞാൻ. ആ എനിക്കിട്ടാണ് നീ പണി തന്നത്. ആദിലെ അടുക്കെ ഷാനവാസ് പറഞ്ഞ ഡയലോഗായത്. ആദിലയ്ക്ക് കാര്യം മനസ്സിലായിട്ടുമുണ്ട്. കൂടാതെ ഷാനവാസിൻ്റെ അടുക്കെ നമ്മുടെ അനീഷ് ഇന്നലെ പാതിരാത്രി പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഷാനവാസേ മോനെ, ഇതൊന്നും അല്ലടാ പാത്രം കഴുകല്, ഇതിൻ്റെ അപ്പുറത്തെ പാത്രം കഴുകല് ഞാൻ ഇവിടുന്ന് കഴുകിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ നീയൊക്കെ നിന്ന് ചിരിച്ചു. നല്ല മുട്ടം പണി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് അനീഷ് ഷാനവാസിനോട് പറഞ്ഞത് പാതിരാത്രിയിൽ ലൈവില്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ സ്വാഗതം പറയുന്നതിന് മുമ്പ് പാതിരാത്രി നടന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ട കുറച്ച് കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിലിങ് അതും കൂടെ ഒന്ന് നടത്തണമെന്ന് എനിക്ക് തോന്നി. കുറച്ച് കാര്യങ്ങൾ കേട്ടോ, എല്ലാം ഒന്നുമില്ല. അപ്പം ലൈവിൽ കണ്ട കാര്യങ്ങൾ ഞാൻ അവസാനം പറയാം. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൂലക്കൊക്കെ മാറിയൊക്കെ ഇരിപ്പുണ്ടേ. അനുമോൾ നൈസായിട്ട് നെവിനെ തൊട്ട് തലോടിയൊക്കെ ഇരിപ്പുണ്ട്. കാരണം ലാലേട്ടൻ നാളെ വരുമെന്ന് അറിയാം, പണി വാളുമെന്നും അറിയാം. പക്ഷേ അനുമോൾക്ക് ഈ ഒരാഴ്ചയിൽ വലിയ പണി കിട്ടാനൊന്നുമില്ല. അനുമോൾ നീറ്റായിരുന്നു. വലിയ അങ്ങോട്ട് ക്യാമറ സ്പേസ് ഒന്നും അനുമോൾക്കൊന്നും വന്നിട്ടില്ല. കാരണം അതിൻ്റെ അപ്പുറത്തെ ഗെയിമുകൾ അവിടെ നടന്നു, നമ്മൾ കണ്ടു. എന്തിനധികം പറയുന്നു, ഒണിയിലൊക്കെ ഒരു മൂലക്ക് ഇരുന്നിരുന്ന മറ്റേ ബീം ബാഗിൽ ഇരുന്നിരുന്ന ഒണിയിൽ വരെ പൊങ്ങി നല്ല കണ്ടന്റുകളുമായിട്ട് വരുന്നുണ്ട്. ഇന്നലെ വൈകിട്ടും ഒക്കെ ജിഷിനെയൊക്കെ അടിച്ച് ഇരുത്തി കളഞ്ഞു. ജിഷിൻ പോയി. അപ്പം എല്ലാത്തിലേക്കും പോകാം. അതിന് മുമ്പായിട്ട് എപ്പിസോഡിൽ തുടങ്ങിയത് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും തുള്ളിച്ചാടി. അതിനുശേഷം ബിന്നി നൂറ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബിന്നി ചോദിക്കുന്നുണ്ട്, ഷാനവാസ് നിങ്ങളോട് സംസാരിച്ചോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ പറയുന്നുണ്ട്, പുള്ളി ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ, പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഷാനവാസ് ഇന്നലെ പാതിരാത്രിയിൽ ഞാൻ ലൈവ് കാണുമ്പോൾ പോലും ഷാനവാസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഷാനവാസ് ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ, നെവിൻ്റെ വിഷയത്തിൽ പണി കിട്ടാൻ പോകുന്നത് ആദിലയ്ക്ക് മാത്രമാണ് എല്ലാ രീതിയിലും. ഇന്നലെ രാത്രിയിൽ അത് ഷാനവാസ് ആദിലയെടുക്ക സംസാരിച്ചപ്പോഴും ആദിലയ്ക്ക് മനസ്സിലായി തനിക്ക് പണി കിട്ടും. ഒന്നെങ്കിൽ ഈ ആഴ്ച ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദില കൊച്ചി എയർപോർട്ടിലേക്ക് എത്തും എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൽ ആതുരപ്പെടും. പ്രത്യേകിച്ച് ലാലേട്ടൻ നാളെ വരുമ്പോൾ ചോദിക്കും, ഇത്രയും പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള നിങ്ങൾ, കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നു, ആ നിങ്ങൾ എന്താണ് പറഞ്ഞത്? എന്ത് വൃത്തികേടാണ് നിങ്ങളുടെ വായിൽ നിന്ന് വീണത്? മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് നീ ആ വൃത്തികെട്ട കാർഡ് ഇറക്കി. അത് ആദിലയുടെ വായിൽ നിന്ന് വീഴാൻ പാടില്ലായിരുന്നു. ഷാനവാസ് ഒരു കാര്യം പറഞ്ഞു, അത് മനസ്സിൽ കിടക്കുന്നുകൊണ്ടും പിന്നെ അനുമോൾ നമ്മുടെ ഇറങ്ങിപ്പോയ പ്രവീണിനോട് പറഞ്ഞു, ഇതെല്ലാം മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഒരു ചെറിയ ആക്ട്, മറ്റേ മല്ലിയുടെ സ്കീം വന്നപ്പോഴത്തേക്ക് ആദില നേരെ ഇതെടുത്ത് അടിച്ചത്. അത് ആദിലയ്ക്ക് പണിയാകും. എന്തൊക്കെയാണെങ്കിലും ആദിലയ്ക്ക് പണിയാകും. കാരണം ഷാനവാസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു അവിടെ. അപ്പൊ എന്താണെങ്കിലും നൂറ, ബിന്നി ഇവരുടെ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നിട്ട് ബിന്നി പറയുന്നുണ്ട്, ഞാൻ അവളോട് പറഞ്ഞതാണ്, ആദിലയോട് ഞാൻ പറഞ്ഞതാണ്, ഈ പേഴ്സണലായിട്ട് എടുക്കരുത്. അത് കൂടാതെ കാര്യങ്ങൾ രണ്ട് വശവും അറിഞ്ഞിട്ട് മാത്രമേ വാ തുറന്ന് സംസാരിക്കാവൂ എന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ്. നൂറ അപ്പം തന്നെ പറയുന്നുണ്ട്, അവള് എടുത്തു ചാടിയതാണ്. ആദില കേട്ട പാതി കേൾക്കാത്ത പാതി നെവിനോടൊരു ചെറിയൊരു ചൊറിച്ചിൽ വന്നപ്പോൾ നേരെ ഈ കേസ് എല്ലാം കൂടെ എടുത്ത് അങ്ങോട്ട് അടിച്ചു. അതെല്ലാം കഴിഞ്ഞ് റിയാസ് വന്ന് മറ്റേ ഒത്തൊരുമിപ്പിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഒന്ന് ഒത്തൊരിഞ്ഞ് നിന്നു. ഷാനവാസ് ഏട്ടനോട് കൊട്ടു കൊടുത്തിട്ട് നേരെ നമ്മുടെ നെവിൻ്റെ സൈഡിലോട്ട് അങ്ങ് ചാടി. അവിടെയാണ് ആദിലയ്ക്ക് പണി പാളിപ്പോയത്. അപ്പോൾ എന്താണെങ്കിലും അത് കഴിയുമ്പോൾ നമ്മുടെ ആദില നെവിൻ്റെ അടുക്ക് ഇരുന്നിട്ട് നൈസായിട്ട് മോനെ മുത്തേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ബിന്നി, അക്ബർ അവരൊക്കെ ആളെ കൂട്ടുന്നുണ്ട്. എനിക്കൊരു കൊട്ട് തരണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനവരെ ആളെ കൂട്ടുന്നുണ്ട് എന്നൊക്കെ നെവിനോട് പറയുന്നുണ്ട്. നെവിനോട് ചോദിക്കുന്നു, നെവിൻ എടാ നിന്റെ അടുക്കൽ നിന്നെ എന്തെങ്കിലും എരിവ് കയറ്റാൻ വല്ലതും അവർ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പേടിയായി അതിലേക്ക്. അതിനിടയ്ക്ക് നെവിൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഐ വാണ്ട് ടു എഡ്യൂക്കേറ്റ് എന്ന്. സോ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്താണ് നെവിന് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ളത്? എനിക്ക് പിടികിട്ടിയില്ല. എന്താണ് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ളത്? നെവിൻ്റെ സെക്ഷുവാലിറ്റി അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരാൾ അയാളുടെ സെക്ഷുവാലിറ്റി ലീവ് ഇറ്റ് എന്നേ ഞാനും പറയുള്ളൂ. പക്ഷേ നെവിൻ തന്നെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു, അത് പറയാതെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് നെവിൻ എന്നുള്ളത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ജയിൽ നോമിനേഷൻ നടക്കുന്നുണ്ട്. ജയിൽ നോമിനേഷൻ ഓൾറെഡി നമ്മുടെ റെന ഫാത്തിമ ഉണ്ട്, കൂട്ടത്തിലുള്ള ആളെയാണ് തപ്പുന്നത്. അപ്പോൾ ഈ ആര്യൻ എല്ലാവരും വന്നിട്ട് പേരുകൾ പറയുന്നുണ്ട്. ഭൂരിഭാഗം ആളുകളും പറഞ്ഞു, എനിക്കൊന്ന് 9 പേരോളം ഷാനവാസിൻ്റെ പേരാണ് പറഞ്ഞത്. റെനയുടെ കൂടെ ഷാനവാസാണ് ജയിലിൽ കിടക്കേണ്ടതും. പക്ഷെ ആര്യനെ ഞാനത് നോട്ടീസ് ചെയ്തു. ആര്യൻ അനീഷിനെ വിട്ടിട്ടുള്ളൊരു കളിയില്ല.
ആര്യൻ അനീഷിനെ വിട്ടിട്ടുള്ളൊരു കളിയില്ല. വന്നിട്ട് അനീഷിന്റെ പേരാണ് പറയുന്നത്. അത്രയും പേര് കറക്റ്റായിട്ട് ഷാനവാസ് ചെയ്ത, പ്രത്യേകിച്ച് ഇന്നലെ റിയാസ് വന്നപ്പോൾ അവിടെ കിടന്ന് കാണിച്ച പരിപാടി, ഞാനതിൽ ഷാനവാസിന്റെ ഒരു പരിധി കൂടുതൽ കുറ്റമൊന്നും പറയത്തില്ല. റിയാസിന്റെ ചൊറിച്ചിലും അതുപോലെയായിരുന്നു. എത്ര ഗസ്റ്റ് ആണെന്ന് പറഞ്ഞാലും ഷാനവാസ് ഇന്നലെ ചൂണ്ടിക്കാണിച്ച പോയിന്റ്സ് വാലിഡ് ആയിരുന്നു. ഒരു ഗസ്റ്റ് അങ്ങോട്ടും എവിടെ ഒരു ഗസ്റ്റ് കയറി വന്നെന്നും പറഞ്ഞ് നമ്മൾ ഗസ്റ്റിന് മറ്റേ തല കുനിച്ചങ്ങ് നിന്നു കൊടുക്കണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരാവശ്യവും ഇല്ല. അതിപ്പോൾ എവിടെയാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. അത് എനിക്കൊരു കാരണവശാലും അതുകൊണ്ട് യോജിക്കാൻ പറ്റുന്നില്ല. റിയാസ് പറഞ്ഞതല്ല, പിന്നെ റിയാസിൻ്റെ പല അവൻ്റെ എനിക്ക് യോജിക്കാൻ പറ്റാറില്ല. അത് എൻ്റെ ഒരു തെറ്റായിരിക്കാം. നിങ്ങൾ അങ്ങനെ അങ്ങ് വിചാരിച്ചു. എനിക്ക് അവൻ പറയുന്ന പല പോയിന്റുകളോടും യോജിക്കാൻ പറ്റാറില്ല. ഇന്നലെ തന്നെ ഗസ്റ്റാണ്, ഗസ്റ്റിനെ ഉണ്ടാക്കണം, ഗസ്റ്റിനെ മറിച്ചിടണം, ഗസ്റ്റിനെ എടുത്ത് വറുത്തെടുത്ത് കോരി കൊടുക്കടാ എന്നാ. ഗസ്റ്റിന് എന്തും ഷാനവാസ് ഇന്നലെ പറഞ്ഞു. ഒരു ഗസ്റ്റാണെന്നും പറഞ്ഞ് തൊഴിലാളികൾക്ക് അവരുടേതായിട്ടുള്ള നീതി വേണം, അവരുടേതായിട്ടുള്ള സമയം, അവർ പണിയിലോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് അവിടെ പണിയെടുക്കാം. അതിനു മുമ്പ്, വെളുക്കുന്നതിന് മുമ്പ് മറ്റേ നീ എൻ്റെ എല്ലാം തുടച്ചിടണം, നീ മറ്റേത് ചെയ്യണം, നീ മറിച്ച് ഓടാവില്ലേ, അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ഷാനവാസ് ആയതുകൊണ്ട് തെറി പറഞ്ഞോ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്താണെങ്കിലും ഓർക്കുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഗംഭീരമായിട്ട് നടക്കുക ഇൻ ദ സെൻസ് ജയിൽ നോമിനേഷൻ. അതിൽ വന്നിട്ട് ഷാനവാസിൻ്റെ പേരാണോ പറഞ്ഞത്? ഷാനവാസിനെ പറ്റിയിട്ടുള്ള കഥ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഷാനവാസിനെ പറ്റിയിട്ടുള്ള അതിന് ആരുടെ പേരാണ്? ഷാനവാസിൻ്റെ പേരാണെന്ന് തോന്നുന്നു കേട്ടോ പറഞ്ഞത്. എന്താണ് ഞാനത് മറന്നുപോയി. പക്ഷെ വന്നിരുന്ന് കഥ പറയുന്നുണ്ട്, ഷാനവാസിൻ്റെ ആ ഒരു ഇഷ്യൂവിനെ പറ്റി കഥ പറയുന്നുണ്ട്. അതിനുശേഷം ബിന്നി വരുന്നുണ്ട്. ബിന്നി നോമിനേറ്റ് ചെയ്യാൻ വരുന്നതിന് മുന്നേ ബിന്നി ആദിലയുടെ പേരാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ബിന്നി ആദിലയുടെ പേര് പറയാനുള്ള കാരണം വ്യക്തമായിട്ട് ഇന്നലെ ഷാനവാസ്, ആദില, നെവിൻ ഇവരുടെ ഇഷ്യൂവിൽ പോയിന്റുകൾ പറഞ്ഞ് സംസാരിച്ച ഒരാൾ അത് ബിന്നിയാണ്. ബിന്നി പറഞ്ഞു അവളുടെ കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ടാണ് അവളെ അവിടെ ഇവിടെ ഇല്ലാതെ ഇപ്പം നിൽക്കുന്നത്. കാരണം ബിന്നി പല ആളുകളുടെ അടുക്കലും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. മറ്റേ മല്ലിയലയുടെ ഇഷ്യൂവിന് ശേഷം പല ആളുകളിലും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, അവൻ അങ്ങനെ തൊടുന്നത് ശരിയാണോ, അവൻ ഇങ്ങനെ തൊടുന്നത് ശരിയാണോ, എന്തിന് അനുമോൾ വരെ അത് പറയുന്നുണ്ട്. എല്ലാവരുടെ അടുക്കലും ഈ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു. അതും പോട്ടെ, അതിൻ്റെ കേസിൽ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ബിന്നി കറക്റ്റായിട്ട് പോയിന്റുകൾ പറഞ്ഞ് അതുപോലെ അടിച്ചു. അനുമോളുടെ അടന്നു പോയി. അതിനുശേഷം ലക്ഷ്മി വന്നിട്ട് അനീഷിൻ്റെ ഷാനവാസിൻ്റെ പേരൊക്കെ പറയുന്ന കേട്ടെ. അല്ല, അനീഷിൻ്റെ പേരാന്ന് തോന്നുന്നു പറഞ്ഞത്. എന്നിട്ട് മറ്റേ അനീഷും ഷാനവാസും വിവരമില്ലാത്തവരാണ്, ബോധമില്ലാത്തവരാണ് എന്നൊക്കെ ലക്ഷ്മി പറയുന്നത് കേട്ടു. ലക്ഷ്മിക്ക് എന്ത് വിവരവും ബോധവുമാണ് ഉള്ളത്? ലക്ഷ്മി ഇന്ന് ലൈവിൽ ഞാൻ കണ്ടതാണ്, എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അതായത് നെവിൻ്റെ അടുക്കിരുന്ന് നെവിനെ സോപ്പിടുക. നെവിൻ, യു ആർ മൈ ഫേവറേറ്റ് ഹിയർ കേട്ടോ, നീയാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ കേട്ടോ, നീ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യല്ലേ മോനെ എന്നൊക്കെ പറയുന്നത് കേട്ടു. നെവിനെ ഓക്കെയാണ്, ഫേവറേറ്റ് ആണ്. എന്തുകൊണ്ട് ആദിലെ നൂറെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് ഇവർ പറഞ്ഞു? ഇവരുടെ വായിന്ന് വീണ അത്രയും തെമ്മാടിത്തരം. ഓക്കെ, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാം. അവരെ നോർമലൈസ് ചെയ്യണമെങ്കിൽ നോർമലൈസ് ചെയ്യണ്ട എന്ന് പറയാം. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറയാനായിട്ട് ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ ഇവർ വന്നിട്ടൊന്നും ഇല്ലല്ലോ. പേഴ്സണലായിട്ട് അറിയത്തില്ലല്ലോ. ഈ ഷോയിൽ വന്നിട്ടുള്ളൊരു പരിചയമുള്ളൂ എന്ന് വെച്ചിട്ട് ആ വർത്താനം അത് പറയുന്ന ലക്ഷ്മിയാണ് പറയുന്നത് അനീഷും ഷാനവാസും വിവരമില്ലാത്തവർ, രണ്ടും ബന്ധമില്ലാത്തവരാണെന്നൊക്കെ എനിക്കറിയാൻ പാടില്ല. എന്നാണെങ്കിലും ജയിൽ നോമിനേഷൻ കഴിയുമ്പോഴത്തേക്ക് ഷാനവാസും റെനയും ജയിലിൽ പോകണമെന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും അതിൽ എണീറ്റ് വരുന്നു. മറ്റേ സത്യസന്ധത ആവാനായിട്ടുള്ള, സത്യസന്ധത കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല കുഞ്ഞാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വീണ്ടും വന്നിട്ട് മറ്റേ ഛർദ്ദിക്കാൻ തുടങ്ങി. പക്ഷെ എത്ര ഛർദ്ദിച്ചാലും അതിലയുടെ കയ്യിൽ നിന്ന് ഈ വിഷയത്തിൽ പോയി. അതിലെ വന്നിട്ട് പറയുന്നുണ്ട് മല്ലിയല്ല എടുത്ത ദിവസം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞാൻ വൃത്തികെട്ട കാർഡ് നീ എടുത്തു എന്നൊക്കെ ഞാൻ നെവിനോട് പറഞ്ഞു, അത് എൻ്റെ തെറ്റാണ്, ഞാൻ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഈ ഒരു സാധനം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഷാനവാസ് എന്നോട് പറഞ്ഞൊരു കാര്യം മറ്റേ ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതെനിക്ക് ഞാൻ ഷാനവാസിനോട് പോയി ചോദിച്ചു, ഷാനവാസിക്ക് എനിക്ക് പെർമിഷൻ തന്നു, അതാണ് ഞാനത് പിന്നെ വന്നിരുന്ന ആ കേസ് പറഞ്ഞത് എന്നങ്ങോട്ട് പറഞ്ഞ് നിർത്തുന്നിടത്ത് അക്ബർ ചാടി എണീറ്റു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എനിക്ക് അക്ബറിനെ ഇഷ്ടം. കൊടുക്കേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ടൊരു പോയിന്റ് പറയും. ചുമ്മാ ബഹളമുണ്ട്, പക്ഷെ ഇടയ്ക്ക് കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കും. എണീറ്റ് നിന്ന് അക്ബർ പറഞ്ഞു, മോളെ ഷാനവാസ് 45 വയസ്സിന് മേലുള്ള ഒരാൾ, പുള്ളി പറഞ്ഞോട്ടെ, പൊക്കോട്ടെ. പക്ഷെ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, നിങ്ങൾ പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള, നിങ്ങൾ അയാളെപ്പോലല്ല, വ്യത്യാസമുള്ള ഒരാളുകളാണ് നിങ്ങൾ. നിങ്ങൾ ഈ പറഞ്ഞത് മനസ്സിലായില്ലേ? നെവിൻ്റെ കേസിൽ ഇവിടെ മൊത്തം ചോദിച്ച് നടന്നത്, കൂടാതെ മറ്റേ ഡയലോഗ് അടിച്ചത് തെമ്മാടിത്തരം അല്ലേ മോളെ എന്നൊറ്റ കാര്യം മാത്രം അക്ബർ ചോദിക്കുന്നു. അക്ബർ അവിടെ ഇരിക്കുന്നു. അതിനുശേഷം
പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നെവിൻ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറി വന്നിട്ട് നെവിൻ പറയാതെ പറയുന്നുണ്ട് നെവിൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന്. നെവിൻ പറയുന്നുണ്ട്, എന്നെ പോലെ ഞാനിവിടെ എന്താണ് ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസം എന്നല്ല, ഫെമിനൈൻ ടച്ചുള്ള ഫെമിനൈൻ മാനറിസം ഉള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. കല്യാണം കഴിച്ച് എന്നെ പോലുള്ള ആളുകൾ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നുണ്ട്, പക്ഷെ അവർക്കൊരു ഫെമിനൈൻ മാനറിസം ഉണ്ട് എന്ന് നെവിൻ പറയുന്നുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ ഇന്ന് ഒരു വീഡിയോയിൽ ലൈവിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അതായത് ലൈക്ക് ഇച്ചിരി ഫെമിനൈൻ മാനറിസം ഉള്ള ഒരു ആളാണ് ഇങ്ങനെ ഇച്ചിരി നടക്കുമ്പോൾ ഒരു സ്ത്രീ നടക്കുന്ന പോലെയൊക്കെ ചിലപ്പം അങ്ങനെ വരും ചില ആളുകൾക്ക്, ചില പുരുഷന്മാർക്ക്. അങ്ങനെയുള്ളൊരു വ്യക്തി മാത്രമാണ് നെവിൻ. മനസ്സിലായില്ല? കാരണം നമുക്ക് ഒരുപാട് അതിനെ അങ്ങോട്ട് അത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാത്തതാണ്. പക്ഷെ അങ്ങനെ ഒരാൾ മാത്രമാണ് നമ്മുടെ നെവിൻ. അതല്ലാതെ വേറെ ഒരു കൈൻഡ് ഓഫ് ഒരു സെക്ഷുവൽ അങ്ങനെയുള്ള ഒരാളല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അത് നെവിൻ തന്നെ പറയാതെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ കാരണം. ഞാൻ അല്ലാതെ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയുള്ളവരെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെയുള്ള ആളുകളിവിടെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. പോയിന്റ് മനസ്സിലായല്ലോ? ഞാൻ കൂടുതൽ ഇനിയും പറയുന്നില്ല. സോ നെവിൻ്റെ ടച്ചിലൊന്നും, അത് പുള്ളിയുടെ സ്നേഹം ചിലപ്പോൾ പുള്ളി അങ്ങനെ കാണിക്കുന്നതായിരിക്കാം. ആ ഒരു ടച്ചിന് വേറെ ഉദ്ദേശം കാണത്തില്ല. പക്ഷേ ഒരു ഫെമിനൈൻ ഒരു മാനറിസം ഉള്ള ഒരാൾ പോയി തൊടുമ്പത്തേക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് ഷാനവാസിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഷാനവാസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് പുള്ളിയുടെ ബോഡിയാണ്, പുള്ളിയുടെ ഇഷ്ടമാണ്. പുള്ളിക്ക് ഇഷ്ടമല്ലെങ്കിൽ പുള്ളി നാളെ ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ നിന്ന് അത് പറയും. അതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ അനുമോൾ എണീറ്റ് വന്ന് നിന്നിട്ട് അതിലെ പല സമയത്ത് ചോദിച്ചിട്ടുണ്ട്, ആണുങ്ങൾ അതായത് ഈ നെവിൻ ഹഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മോശമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു സാധനം വല്ലതും തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ഈ ആദില ചോദിച്ചിട്ടുണ്ട്. അനുമോളും നൈസായിട്ട് അങ്ങ് കൊട്ടി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അനുമോക്കിട്ട് കൊടുത്തതാണല്ലോ, നൈസായിട്ട് കാല് വാരിയതാണല്ലോ ഇവിടെ അനുമോള്. പക്ഷെ കാല് വാരിയും തോന്നുന്നില്ല. അനുമോളോട് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ആദില അവിടെ നടന്ന് കാണിച്ച കാര്യം, ഇത് പലരോടും പോയി ചോദിച്ച കാര്യമൊക്കെ അത് അനുമോളും പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കിളി പോയി ആദിലയുടെ. ഇത് രാത്രിയിലിരുന്ന് നമ്മുടെ നൂറേയും ആദിലയും കൂടെയും സംസാരിക്കുന്നുണ്ട്. അനുമോള് വരെ തന്നല്ലോ പണി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ആദിലയ്ക്ക് മിണ്ടാട്ടം ഇല്ല കേട്ടോ. രാത്രി കഴിഞ്ഞപ്പോൾ ആദിലയുടെ വാ പൂട്ടി നൂറയാണ് കൂടുതലും സംസാരിക്കുന്നത്. പോയി ആദില ഒരു ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് അതിലെ കംപ്ലീറ്റ്ലി ഔട്ടായി, പണി കിട്ടാൻ പോവാന്ന് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും വൈകിട്ട് മുഖമൊക്കെ മറ്റേ കരഞ്ഞ് പിഴിഞ്ഞ ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പോകും, പണി കിട്ടും. നാളെ ലാലേട്ടൻ വരുമ്പോൾ എന്താണെങ്കിലും പണി കിട്ടും. പിന്നെ ഷാനവാസ് നമ്മുടെ അനീഷിൻ്റെ കൂടെ ഇരിക്കുന്ന കുറച്ച് രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ കൂടിയിരിക്കുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ലൈവിൽ പറഞ്ഞ കുറച്ച് ടോക്കുകളുണ്ട് ഇവരുടെ ഇടയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ഒരാളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാനത് ചെയ്യുന്നുമില്ല, എനിക്കത് ഇഷ്ടമല്ല. ഉടനെ അനീഷ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഷാനവാസെ ലൈഫ് ലോങ് നിങ്ങൾ എൻ്റെ സുഹൃത്തായിരിക്കും എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പെങ്ങന്മാരെ, ഷാനവാസ പിന്നെ പറയുന്നത്, ഞാൻ എൻ്റെ പെങ്ങന്മാരെ പോലെ അവളുമാരെ കണ്ടത്, പ്രത്യേകിച്ച് ആദിലെ. പക്ഷെ ഇങ്ങനെ എന്നെ ഒരു കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് കരയിൽ നിന്ന് ഇങ്ങനെ കൈകൊട്ടിച്ചിരിക്കുന്നവരാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനീഷ് പറയുന്നുണ്ട്, ശനിയാഴ്ച ആകട്ടെ ഷാനവാസേ കൈ, എന്നിട്ട് പറഞ്ഞിട്ട് മറ്റേ കൈ കൊട്, ചിരിച്ചോണ്ടാ പറയുന്നത്, ശനിയാഴ്ച ആവട്ടെ ഷാനവാസേ എല്ലാം ശരിയാവും, കൈ കൊട് നീ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൈയൊക്കെ കൊടുത്തിങ്ങനെ ഇരിപ്പുണ്ട്. ഇത് കഴിയുമ്പോഴാണ് അടുത്ത വൃത്തികെട്ട കണ്ടന്റ് അവിടെ പൊങ്ങി വരുന്നത്. നമ്മുടെ ലൈവിലും ഉണ്ടായിരുന്നതാണ്, ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചതാണ്. മറ്റേ ജിഷിന്റെ അവന് ഫുഡ്, ജിഷിൻ എത്രയും പെട്ടെന്ന് പുറത്തു വരുന്നതായിരിക്കും നല്ലത്. കാരണം ജിഷിന് ഇഷ്ടത്തിനുള്ള ഭക്ഷണം കുക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഡയലോഗ് അടിക്കുന്നത് കേട്ടു രാത്രിയിലും ഒക്കെ. ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ, എന്നിട്ടാണോ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾ സമ്മതിക്കാത്തത്? എടാ നീ അവിടെ നിൽക്കുന്നത് ഒരു കിച്ചൺ ടീമിലുണ്ടെങ്കിൽ നീ അവിടെ കുക്ക് ചെയ്യണം, മനസ്സിലായില്ലേ? അതല്ലാതെ നിനക്ക് വേറെ ടീമിലാണെങ്കിൽ നീ ആ പണി ചെയ്യണം. അല്ലാതെ നീ ഭക്ഷണം മാത്രം ഉണ്ടാക്കത്തുള്ളൂ, ആ ഒരു മോഡ് വിട്. പിന്നെ നിനക്ക് സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിക്കുക. അത് ബിഗ് ബോസ് ഹൗസാണ്. ഓക്കെ, നോൺ വെജും വെജും മനസ്സിലാക്കും. ഇയാള് ജിഷിൻ എന്ന് പറയുന്ന ആള് വെജാണ്, പുള്ളിക്ക് വെജ് ഫുഡ് വേണം. അവിടെ കിച്ചൺ ടീമുണ്ട്, കിച്ചൺ ടീമിനോട് പറയുക. അല്ലാതെ എനിക്ക് വേണ്ട വെജ് ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കും. പിന്നെ ഇവൻ അടിക്കുന്നൊരു ഡയലോഗ് ഉണ്ട്, മീനൊക്കെ വെച്ച കൈ കൊണ്ട് അല്ലേ എനിക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഞാനൊരു കാര്യം ഇപ്പം എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്നേ, അത് വേറൊന്നുമല്ല, ഈ പറഞ്ഞാൽ കൂടി പോവും, എന്നാലും കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു ചെവി പൊത്തിക്കോ. അപ്പിട്ടിട്ട് കൈ കഴുകുന്ന കൈ വെച്ചിട്ട് നീ പച്ചക്കറി എടുക്കാറില്ലേ? എടുക്കാറില്ലേ? സോപ്പിട്ടൊക്കെ കൈ കഴുകിയിട്ട് അല്ലെങ്കിൽ മറ്റേ എന്താണ് നമ്മുടെ ഹാൻഡ്സ് വാഷൊക്കെ ഇട്ട് കൈ കഴുകിയതിന് ശേഷം നീ പച്ചക്കറി എടുക്കത്തില്ലേ? അതോ നീ അപ്പിട്ട കഴുകുന്ന കൈ കൊണ്ട് പച്ചക്കറിയെ തൊടത്തില്ലേ? നീ മറ്റേ കൈ കൊണ്ട് മാത്രമാണോ പച്ചക്കറി എടുത്ത് കട്ട് ചെയ്യുന്ന മൊത്തം ഒറ്റ കൈ കൊണ്ട്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇവർ അങ്ങനത്തെ ഡയലോഗൊക്കെ അടിക്കുന്നു കേട്ടു. ലാലേട്ടൻ ചോദിക്കുമെന്ന് അറിയത്തില്ല. ഈ ചീപ്പ് കേസൊക്കെ, ഇതൊക്കെ വൻ ചീപ്പ് കേസാണ്.
പക്ഷെ ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാലേട്ടൻ ഇത് ചോദിച്ചില്ലെങ്കിൽ നാട്ടുകാർ അടിച്ചവനെ വെളിയിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എൻ്റെയൊക്കെ ഫ്രണ്ട് സർക്കിളിലുണ്ട് ഈ പച്ചക്കറി മാത്രം കഴിക്കുന്നവർ. എന്ന് വെച്ചിട്ട് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അല്ല ഇവൻ എങ്ങനെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോവും? ജിഷിൻ എങ്ങനെ ഒരു ഹോട്ടലിൽ പോവും? ഇത് വേറൊന്നുമല്ല, അവന്റെ വാശിയല്ല, ഇത് കോണ്ടന്റ് കറക്റ്റ് ആയിട്ടുള്ള. ഉച്ചയ്ക്ക് ശേഷം ഉച്ച വരെ ഈ നമ്മുടെ നെവിൻ, ഷാനവാസ് ഇവരുടെ ഒരു കോണ്ടന്റ് കിടന്ന് ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് തനിക്കായിട്ട് എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ച് കയറി പിടിച്ചതെങ്ങാണ്ടാണ് ഈ കോണ്ടന്റ്. പക്ഷെ ചീഞ്ഞ കോണ്ടന്റ് ആയിപ്പോയി, ചീഞ്ഞ കോണ്ടന്റ്. വെജിറ്റേറിയൻ ആണ് ഞാൻ, എനിക്ക് തന്നെ കുക്ക് ചെയ്യണം, വീട്ടിൽ ഇരിക്കുക. ഞാനതാ പറയുന്നത്, ചേട്ടൻ വീട്ടിൽ ഇരിക്കുക, ചേട്ടൻ അതിനകത്ത് ഡിസേർവ് ചെയ്യുന്നില്ലായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനത്തെ വൃത്തികെട്ട സാധനമൊക്കെ ഇവൻ പറയുമോ? എന്നിട്ട് പറയുകയാണ് എന്നെ പട്ടിണിക്കിടാന്ന്. ഒണിര് പറയുന്നുണ്ട് ഇവിടെ കിച്ചൺ ടീം ഉണ്ട്, അവരുണ്ടാക്കി തരും ചേട്ടാ, നീയൊക്കെ എന്നെ പട്ടിണിക്കിടാൻ നോക്കുമല്ലേ, ഞാൻ കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് അങ്ങോട്ടൊക്കെ, ഞാൻ പട്ടിണി കിടന്നോളാന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗാ. അനീഷ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വാ, നിങ്ങൾ ഫുഡ് കഴിക്കുക, നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വെജ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പം നോൺ വെജ് ഉണ്ടാക്കിയത്. ഈ ഡയലോഗ് പറയുമ്പോഴാണ് പറയുന്നത് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുന്ന മീനൊക്കെ മുറിച്ച കൈ കൊണ്ടല്ലേ എനിക്ക് ഉണ്ടാക്കി തരുന്നത്, അതെനിക്ക് വേണ്ടാന്ന്. അതായത് അവന് സെപ്പറേറ്റ് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കണം, അതിന് വീട്ടിൽ പോയിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കഴിയുമ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡാസ്ലറിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ട്. ഇതിനിടയ്ക്ക് നെവിൻ സ്വന്തമായിട്ട് കയറി കുക്ക് ചെയ്ത് കഴിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. എന്താണിത്? ആരും ഒന്നും വലുതായിട്ട് പറയുന്നില്ല. നെവിൻ എന്ത് ചെയ്താലും പേടിയായിപ്പോ. എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മറ്റേ വേറെ മോഡിലേക്ക് കൊണ്ടുപോകും. കമ്മ്യൂണിറ്റിയെ പറഞ്ഞു, വാട്ട് ദ ഹെൽ. പിന്നെ അല്ല, അത് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം നെവിൻ അവിടെ കൊണ്ടൊന്നും അല്ല കേട്ടോ, അത് വേറെ ആരൊക്കെയോ അവിടെ തിരികെ കയറ്റിയാണ്. റിയാസൊക്കെ വന്നപ്പോഴത്തേക്ക് തിരികെ അതിന്റെ മുമ്പും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. നെവിനായിട്ട് കമ്മ്യൂണിറ്റിയുടെ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തോ എനിക്കറിയാൻ പാടില്ല, ഒരു എന്റർടൈനർ ആണെന്ന് വിചാരിച്ചിട്ടാണല്ലോ, അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ആരും ഒന്നും പറയുന്നില്ല. നെവിൻ എത്ര പ്രാവശ്യം കുക്ക് ചെയ്താലും ഇടയ്ക്കൊക്കെ കയറി ഓരോന്ന് ഉണ്ടാക്കി തിന്നും. ഇന്ന് തന്നെ കയറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കിച്ചൺ ക്യാപ്റ്റൻ പറഞ്ഞിട്ടാണ്. ക്യാപ്റ്റൻ്റെ അടുക്ക പോയപ്പോഴത്തേക്ക് കിച്ചൺ ക്യാപ്റ്റൻ അവൻ അവിടെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് കൊടുത്തോണ്ടിരിക്കുക. കിച്ചൺ ക്യാപ്റ്റൻ ആരാ? നമ്മുടെ കിച്ചൺ ക്യാപ്റ്റൻ, നമ്മുടെ അനുമോൾ എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, മൈൻഡ് പോലും ഇല്ല നെവിന്. എന്നിട്ട് വേറെ ആർക്കാണ്ടോ കൊണ്ട് കൊടുക്കാൻ പോകുന്നു. ഇത് ലാലേട്ടൻ ചോദിക്കേണ്ട കുറച്ച് കേസൊക്കെയാണ് നെവിൻ്റെ ഈ പരിപാടിയൊക്കെ. ഇതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം ഒരു ജിയോ ഹോട്ട്സ്റ്റാർ ഫാൻസ് ഓൺ വഴി നമ്മുടെ നിശ്ചിത സമയത്തേക്ക് ആദില സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണം എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ വരുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ നിന്നു. ആ സമയത്ത് നമ്മുടെ അതിലെയും നൂറേയും കൂടെ കുറച്ച് കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് പാതിരാത്രികളത്തെ കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഷാനവാസ് നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നൂറ അങ്ങോട്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഷാനവാസിന് നമ്മുടെ ആദിലയാണ് ഇഷ്ടമല്ലാത്തത്. ആദിലയാണ് കണ്ണ ഒരു മണി ഷാനവാസിന് ഇപ്പം ഇഷ്ടമല്ലാത്തത്. കാണാൻ താല്പര്യമില്ല അവളെ. കാരണം അവളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറ്റി വെച്ച് ചവിട്ടി കളിക്കുന്നത്. നൂറ അങ്ങനെയല്ല. നൂറ പറഞ്ഞ കാര്യത്തിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. നല്ലൊരു ഗെയിമറാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, ആദില അവിടെ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അത് നൂറ കാരണോ. അത് ഇച്ചിരി നല്ല ഗെയിമാണെങ്കിൽ, ചീത്ത ഗെയിം ആദിലയുടെ മണ്ടത്തരത്തിന് ചെയ്യുന്നതാണ്. പക്ഷെ നല്ല ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നൂറയുണ്ട്. അപ്പം ഷാനവാസിന് രണ്ടുപേരെ ഇഷ്ടമായിരുന്നു. പക്ഷെ നൂറയോട് എന്തോ കുറച്ചുകൂടെ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. അത്രയും നേരം ആരോടും മിണ്ടാതെ നൂറയോടും അതിലോടും മിണ്ടായിരുന്നിട്ട് രാത്രിയിൽ നൂറ കിച്ചണിൽ വന്നപ്പോൾ നൂറയോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ 3 പേരും പിന്നെ കൂട്ടത്തിൽ അനുമോളും ഉണ്ട്. പുറത്തിരുന്ന് ഇവർ സംസാരിക്കുന്നുണ്ട്. ഈ പുറത്തിരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ വ്യക്തമായിട്ട് ഷാനവാസിന്റെ ഭാഗം ക്ലിയർ ആക്കി തന്നെ സംസാരിക്കുന്നുണ്ട്. കറക്റ്റ് കാര്യമാണ് പറയുന്നത്. അതിലത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നൂറയും പറയുന്നുണ്ട്. അതായത് നെവിൻ്റെ കാര്യം ഞാൻ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഞാനൊരു പ്രശ്നമാക്കിയിട്ടുണ്ടോ? ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല. എപ്പോഴാണ് ഇതൊരു പ്രശ്നമായിട്ട് മാറിയത്? മല്ലിയില കേസ് വന്നപ്പോൾ നീ മറ്റേ സാധനം അടിച്ചു. ആ ഡയലോഗ് അടിച്ചപ്പോൾ ഞാൻ കണ്ടു എല്ലാവരും നിന്നെ നോട്ടം ഇട്ടേക്കുമായിരുന്നു. പല ആൾക്കാരും, നെവിൻ പോയി പറയുന്നുണ്ട്, അക്ബർ പോയി പറയുന്നുണ്ട്. ഈ സമയത്ത് എനിക്ക് മനസ്സിലായി നിനക്ക് പണി കിട്ടും. ആ സമയത്താണ് നീ എന്നോട് വന്ന് ചോദിക്കുന്നതും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നീ പറഞ്ഞു, നിനക്ക് പണി കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നോടത് പറയോളാൻ പറഞ്ഞത്. നീ അപ്പം ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നീ കാല് മാറുകയും ചെയ്തു. പിടികിട്ടിയോ? നീ കാരണം എനിക്കാണ് പണി കിട്ടിയത്. ഇത് നാളെ ചോദ്യം വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഉറച്ചു വെക്കും. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാനിതൊരു പ്രശ്നമാക്കിയിട്ടില്ല. എനിക്കത് ഉണ്ടായ ഒരു മോശം അനുഭവം തന്നെയാണ്. ഞാനിവിടെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞു, അതേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷെ ഞാനിതൊരു പ്രശ്നമാക്കിയില്ല. പ്രശ്നമായത് എപ്പോഴാണ്? നിന്റെ വായിൽ നിന്ന് ആ ഒരു വൃത്തികെട്ട കാർഡ് നീ ഇറക്കി എന്ന് നെവിനോട് പറഞ്ഞതിന് ശേഷം നിനക്ക് പറയേണ്ട വന്നു. ഇല്ലെങ്കിൽ നീ പെട്ടേനെ. നിനക്ക് പറയേണ്ട വന്ന അവസ്ഥ വന്നതുകൊണ്ട് മാത്രം നീ ഇന്ന് ഉരുകുന്ന കണ്ടപ്പോൾ നീ എൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. അത് നിന്റെ വായിൽ നീ പറയുകയും ചെയ്തു. അതിനുശേഷം നീ തിരിച്ച് എൻ്റെ നെഞ്ചത്ത് തന്നെ വെച്ചു തന്നു. ഇനി നീ പെടും മോളെ. പക്ഷെ എങ്ങനെ എന്ത് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് രാത്രി എന്തായാലും ഇരുന്ന്. പക്ഷെ എത്രയൊക്കെ നോക്കിയാലും ആദില പെടും. ഷാനവാസിന് പിന്നെയും സ്കൂട്ടായി പോകാൻ പറ്റും. കാരണം ഷാനവാസ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള 10-40, എനിക്ക് തോന്നുന്നു ആദിലയുടെ നൂറയുടെ ഒരു അതിനെക്കാട്ടിലും ഒരു 3-4 വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഷാനവാസ് കുറച്ചുകൂടെ ഏജ്ഡ് ആണ്.
പുള്ളിയുടെയൊക്കെ ചിന്താഗതി ഒരിക്കലും പുള്ളി പറയുന്നതിനകത്ത് പുള്ളി അത് ആരോടും പറഞ്ഞു നടന്നിട്ടില്ല. പുള്ളിക്കൊരു ടച്ച് വന്നു, അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, പുള്ളി അത് നിർത്തിക്കൊള്ളാനും പറഞ്ഞു. കൺഫഷൻ റൂമിലും പോയി പറഞ്ഞു ഇങ്ങനെ എൻ്റെ അടുത്ത് കിടത്താൻ പറ്റത്തില്ല, പ്രശ്നമാണെന്നുള്ള കാര്യം. വളരെ നീറ്റായിട്ടാണ് അത് ഡീൽ ചെയ്തത്. പക്ഷേ അത് ടേൺ ചെയ്ത് കറങ്ങി ഇപ്പം അതൊരു വലിയ പ്രശ്നമായിട്ട് മാറി. മനസ്സിലായില്ലേ? പിന്നെ ചില സ്ഥലങ്ങളിൽ പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് എന്തൊക്കെയാണെങ്കിലും, സോ അവിടെ ചില ഭാഷകൾ ചില സമയത്ത്, പ്രത്യേകിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ യോജിക്കാൻ പറ്റത്തില്ല ഷാനവാസിനോട് യോജിക്കാനേ പറ്റത്തില്ല ചില കാര്യത്തിൽ. പക്ഷെ അറ്റ് ലാസ്റ്റ് പുള്ളിക്ക് പുള്ളിയുടെ ഇഷ്ടമുണ്ട്, പുള്ളിയുടെ ദേഹത്താര് തുറണമെന്ന് പുള്ളിയുടെ ഇഷ്ടമാണ്, അതിനെ പുള്ളിക്ക് പറയാം. പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് അത് യൂട്ടിലൈസ് ചെയ്ത് വേറെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വന്ന ആദില ഇപ്പം പെട്ട് കീറിയിരിക്കുക. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആദില മിക്കവാറും വൈകാതെ വരും, നൂറ അവിടെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ നൂറ മെന്റലി വീക്ക് ആയില്ലെങ്കിൽ നൂറയുടെ ഒരു ഗംഭീര ഗെയിമൊക്കെ, കാരണം നൂറയുടെ കാര്യം മാത്രം പിന്നെ നോക്കിയാൽ മതി, ഒരു ഗംഭീര ഗെയിമൊക്കെ ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. എന്താണെങ്കിലും ലൈവ് ഞാൻ കുറച്ച് നേരത്തെ ഇന്ന് വീഡിയോ എടുക്കായിരുന്നു, ലൈവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്നുകൂടെയും പോയി നോക്കണം. എന്തെങ്കിലുമൊക്കെ ഇനി പുതുതായിട്ടുള്ള കാര്യങ്ങൾ ഈ പാതിരാത്രിയിൽ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ അതുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയേക്കാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.